ദൈവത്തിന് മഹത്വം. തിരുവനന്തപുരത്ത് ഈ തിരുമലൈ വന്ന് ഇവിടെയുള്ള ദൈവജനത്തെ മുഖാമുഖം കണ്ട് നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ ശുശ്രൂഷിച്ച് കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ആയുസ്സിൽ ഒരവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. അതിൽ ഹൃദയം നിറഞ്ഞ സന്തോഷവും സ്നേഹവും എന്നെ ക്ഷണിച്ചതിൽ, ശുശ്രൂഷ ഭരമേൽപ്പിച്ചതിൽ അതിനൊക്കെയുള്ള നന്ദി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയെ ഞാൻ അറിയിക്കുന്നു. തന്നെയല്ല, ഈ കഴിഞ്ഞ 2-3 ദിവസം ഞാൻ പാർത്തത് പ്രിയ ജെയ്സൺ ബ്രദറിന്റെ ഭവനത്തിലായിരുന്നു. നിങ്ങൾ സഭയായിട്ട് ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ ഒരു ദൈവദാസനെ സ്നേഹപൂർവം ശുശ്രൂഷിച്ച് ഒരു മകന്റെ പരിഗണന നൽകി എന്നെ സൽക്കരിച്ച് ശുശ്രൂഷിച്ച പ്രിയ കുടുംബത്തോടുള്ള നന്ദി ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അറിയിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇവിടെ പ്രിയ സഹോദരൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ നാട് ചുവന്ന മണ്ണാണ്. ഈ ചുവന്ന മണ്ണ് എന്ന പേര് ഈ നാടിന് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോൾ യഹൂദന്മാർ കർത്താവിനോട് ചോദിച്ചതുപോലെ നിനക്ക് 50 വയസ്സായിട്ടില്ലോ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 50 വയസ്സായി. ആ നിലയിൽ ഈ 50 വർഷം മുമ്പ് ഞാനും കേട്ടിരിക്കുന്നത് ചുവന്ന മണ്ണ് എന്ന് തന്നെയാണ്. അതിനു മുമ്പ് ഒരു പേരുണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു. പക്ഷെ അറിയുന്നത് പോലെ ഏറെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു നാടാണ്. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും അവിടുത്തെ മണ്ണ് ചുവന്നതായിരുന്നു, അതുകൊണ്ടായിരിക്കാം എന്ന് ഞങ്ങളും കരുതപ്പെടുന്നു. എന്നിരുന്നാലും സഹോദരന്മാരാണ് എനിക്ക് ഈ പേരിട്ടത്. എല്ലാവരും എനിക്ക് എൻ്റെ വീട്ടുപേരിനോടുള്ള ബന്ധത്തിലാണ് സഹോദരന്മാർ കത്തുകളൊക്കെ എഴുതുമ്പോൾ ഒപ്പിടാൻ എഴുതിയിരുന്നത്. പിന്നീട് അവര് എന്നോട് സഹോദരന്മാരാണ് പറഞ്ഞ് ബിജു ചുവന്നമണ്ണ് എന്നാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബിജു ചുവന്നമണ്ണ് എന്ന് അവര് പേർ വിളിച്ചത്. പിന്നെ ഇങ്ങനെ ശുശ്രൂഷകളുടെ മുഖത്തേക്ക് വരുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ദൈവം കർത്താവിന്റെ വേല ചെയ്യുവാനും സുവിശേഷ പ്രസംഗങ്ങൾക്ക് വേണ്ടിയും എന്നെ ആ നിലയിലുള്ള കൃപാവരം നൽകിയെന്ന് സഭയ്ക്ക് ബോധ്യമായപ്പോൾ, എന്നെ പ്രാർത്ഥിച്ച് അങ്ങനെയാക്കിയപ്പോൾ, പിന്നീട് എൻ്റെ പേരിനോട് ചേർന്ന് ചുവന്നമണ്ണും കടന്നു വന്നു. അങ്ങനെ ബിജു ചുവന്നമണ്ണെന്ന് അറിയപ്പെടുവാനായിട്ട് ദൈവം അവസരം ഒരുക്കി. അങ്ങനെയാണ് ഈ ബിജു ചുവന്നമണ്ണെന്ന് പറയപ്പെട്ടത്. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ നിങ്ങൾ അറിയുന്നത് പോലെ തന്നെ എൻ്റെ പേര് ബിജു ചുവന്നമണ്ണ്. ചുവന്നമണ്ണ് എന്ന് പറയുന്ന സ്ഥലം തൃശ്ശൂര് പാലക്കാട് നാഷണൽ ഹൈവേ, തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂര് പോകുന്ന, സേലം ബാംഗ്ലൂര് പോകുന്ന റൂട്ടാണ്. ആ നാഷണൽ ഹൈവേയിൽ തൃശ്ശൂരിൽ നിന്ന് 17 കിലോമീറ്റർ കഴിഞ്ഞാൽ ചുവന്നമണ്ണായി. അത് കഴിഞ്ഞ് 500 മീറ്റർ കഴിഞ്ഞാൽ കുതിരാൻ ടണലായി. ആ ടണലിന് തൊട്ടു മുമ്പാണ് നമ്മുടെ സഭാ ഹാള്, നാഷണൽ ഹൈവേയിൽ തന്നെ. ഈ ചുവന്നമണ്ണിൽ നിന്ന് 1 കിലോമീറ്റർ വലത്തോട്ട് യാത്ര ചെയ്താൽ നമുക്കറിയാം, ഞങ്ങൾ പറയാറുള്ളത് പോലെ തന്നെ വയലോലകളിലൂടെ യാത്ര ചെയ്ത് അങ്ങ് ഫോറസ്റ്റിന്, കാടിന്റെ അടിവാരത്ത് ചെന്ന് നിൽക്കും. അവിടെയാണ് ഉറവുംപാടം എന്ന ഒരു ഗ്രാമം. അവിടെയാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. അവിടെയാണ് എൻ്റെ ചെറുപ്പകാലം ഞാൻ കഴിച്ചുകൂട്ടിയത്. നാളിതുവരെയും പാർക്കുന്നതും അവിടെ തന്നെയാണ്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട സാഹചര്യം എന്നുള്ളത്, ഞങ്ങളൊരു കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഞങ്ങൾ ഈ സ്ഥലമെല്ലാം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുകയും അതുപോലെ തന്നെ നെൽവയലുകളിൽ കൊയ്ത്തും കാര്യങ്ങളുമായിട്ട് അമ്മയും അപ്പച്ചനും ഒക്കെ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടം. പണിക്ക് പോകാതെ ജീവിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള തരത്തിലുള്ള ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെയും. അധ്വാനത്തിന്റെയും ബുദ്ധിമുട്ടുകളുടെയും വഴികളിലൂടെയാണ് അന്ന് കടന്നുപോയത്. ഞാൻ വളർന്നു വന്നത്, പ്രത്യേകാൽ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ ഞാൻ കേട്ടു വളർന്ന ഈ ഇൻകുലാബിന്റെ ശബ്ദം എന്റെ ഹൃദയത്തെയും പിടിച്ചുലച്ചു. ഞാനും അത് ആ കാലഘട്ടത്തിൽ ഏറ്റെടുക്കുകയുണ്ടായി. ആ പ്രത്യയശാസ്ത്രത്തെ ഞാനും ആ നാളുകളിൽ വിശ്വസിച്ചു. അങ്ങനെ അന്ന് അതിന്റെ നേതാക്കന്മാരുടെ ചില വീടുകളിൽ വളരുവാനും അവരോടുകൂടെ യാത്ര ചെയ്യുവാനും അതിനെ നെഞ്ചിലേറ്റി മുന്നോട്ട് പോകുവാനൊക്കെ കഴിഞ്ഞു. ആ പോയ വഴികളെല്ലാം, അതിൽ നിന്ന് വിഭിന്നമായും പോയ വഴികളെല്ലാം ദുഃഖത്തിന്റെ വഴികളായിരുന്നു. ശരിക്കു പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളെല്ലാം പണത്തിന്റെ ആവശ്യത്തിനു വേണ്ടി മനുഷ്യന്റെ രക്തം വീഴ്ത്തുവാൻ ദാഹിച്ച സുഹൃത്തുക്കളോട് ചേർന്ന് നിന്ന് യാത്ര ചെയ്ത കാലഘട്ടം. ആയുധങ്ങളുടെയും രക്തത്തിന്റെയും കണ്ണീരിന്റെയും നിലവിളികളുടെയും മധ്യത്തിലൂടെ നടന്നുപോയ ദിനരാത്രി. തന്നെയല്ല, എൻ്റെ പല സുഹൃത്തുക്കളും അങ്ങനെയുള്ള
വഴികളിൽ നടന്ന് അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയുണ്ടായി. പലരും ഇന്നും വഴിയോരങ്ങളിലും മരച്ചുവട്ടുകളിലും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തത്തിലൂടെ അവരെ എഴുന്നേൽക്കുവാൻ കഴിയാതെ കിടക്കും. അതിലൂടെ യാത്ര ചെയ്ത ഒരുവനായിരുന്ന ഞാൻ, വളരെ മോശമായ ജീവിതത്തിലൂടെ പോയ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അമ്മയും അപ്പനും എങ്ങനെയെങ്കിലും നന്നാവണം എന്നുള്ള ആഗ്രഹത്തിൽ കരഞ്ഞു നിലവിളിച്ച രാത്രികൾ. പക്ഷെ നാടിനും വീടിനും ഒക്കെ തലവേദനയായി മുന്നോട്ട് പോയ നാളുകൾ. അവസാനം ഈ ജീവിതത്തിന്റെ അവസാനത്തെ തിരിയും കെടുത്തുവാൻ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് സുവിശേഷം എന്ന സന്ദേശം എന്നെ തേടിയെത്തിയത്. അതെന്നെ മാറ്റത്തിലേക്ക് നയിച്ചു. 1996 ജനുവരി മാസത്തിൽ അവസാന ദിവസം സുവിശേഷം ഞാൻ കേൾക്കുകയുണ്ടായി. അന്ന് രാത്രി ഞാൻ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ചു. എനിക്ക് എന്റെ ജീവിതത്തിന് മാറ്റം വരികയുണ്ടായി. അതിനുശേഷം ഞാൻ കടന്നു ചെന്നത് ചുവന്നമണ്ണ് ബ്രദറൻ സഭയിലാണ്. എന്നെ ചെറുപ്പം മുതൽ സൺഡേ സ്കൂൾ പഠിപ്പിച്ച എന്റെ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. ഞങ്ങളുടെ നാട്ടിലുള്ള സൺഡേ സ്കൂള് അവിടെ പഠിപ്പിച്ച അധ്യാപകനായിരുന്നു KV ഐസക് പീച്ചി എന്ന് അറിയപ്പെടുന്ന. അനേക പാട്ടുകൾ ക്രൈസ്തവ ഗാന കൈരളിക്ക് എഴുതി, അനുഭവത്തിൽ നിന്ന് എഴുതി പാടിയ ഈ ഗേഹം പോകിലും എന്ന ഗാനം മുതൽ നിരവധി ഗാനങ്ങൾ നാം ഇന്ന് പാടുന്നത് എഴുതിയ എന്റെ ആത്മീയ ഗുരുവായ ഐസക് സാർ താൻ കൂടി വരുന്ന താൻ പ്രവർത്തിച്ചുണ്ടായ ചുവന്നമണ്ണ് സഭയിലാണ് ഞാൻ ചെന്നത്. അവിടെ സഹോദരന്മാർ എന്നെ സ്വീകരിക്കുകയും ആ നിലയിൽ ആ സഭയോട് ചേർന്ന് ഞാൻ മുന്നോട്ട് പോവുകയും ചെയ്തു. 2001 ഞാൻ വിവാഹിതനായി. ദൈവം എനിക്കും എന്റെ കുടുംബത്തിനും 2 പെൺമക്കളെ ദാനമായി നൽകി. അവർ 2 പേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് പ്രായമായ മാതാവും പിതാവുമുണ്ട്. പിതാവ് 1.5 വർഷമായിട്ട് കിടക്കമേലാണ്. സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് തളർന്ന് കിടക്കുകയാണ്. ഒരാളുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. മാതാവും ആ നിലയിൽ രോഗിയാണ്. മറ്റൊരു കട്ടിലിൽ കിടക്കേണ്ട സ്ഥിതിയാണ്. ഞാനും വൈഫുമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേല ചെയ്ത് ഇപ്പോൾ ചുവന്നമണ്ണ് സഭയിൽ മുന്നോട്ട് പോകുന്നു. ഈ ഓടി നടന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ ഞങ്ങളുടെ ശുശ്രൂഷ എന്നുള്ളത് സഭാ ശുശ്രൂഷയാണ്. സഭയിൽ എനിക്ക് ശുശ്രൂഷയുണ്ട്. സഭയിൽ 2 ദിവസം ഞങ്ങൾക്ക് സുവിശേഷ പ്രവർത്തനമുണ്ട്. സഭയിൽ ബൈബിൾ ക്ലാസ് എടുക്കേണ്ടതായിട്ടുണ്ട്. സഭാ കാര്യങ്ങളിൽ മൂപ്പന്മാർക്ക് വിധേയപ്പെട്ട് മൂപ്പന്മാർ പറയുന്നതനുസരിച്ച് മൂപ്പന്മാരെ പറയുന്ന ശുശ്രൂഷകൾ ചെയ്ത് സഭയ്ക്ക് വിധേയപ്പെട്ട് നാളിതുവരെ പോകുന്നു. എവിടെ ശുശ്രൂഷ വിളിച്ചാലും സഭ അറിഞ്ഞും സഭ പ്രാർത്ഥിച്ചും അയച്ച് പോയി ശുശ്രൂഷ ചെയ്ത് മടങ്ങി സഭയിൽ വീണ്ടും ശുശ്രൂഷകളിൽ നിവൃത്തനാകുക എന്നുള്ളതാണ് നാം പഠിക്കുന്ന പ്രമാണത്തോടുള്ള ബന്ധത്തിൽ ചെയ്തു വരുന്നത്. അതുകൊണ്ട് ചുവന്നമണ്ണ് സഭ ക്ഷേമമായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളും അനുഗ്രഹമായിട്ട് പോകുന്നു. ആ നിലയിൽ നിങ്ങൾ ചുവന്നമണ്ണ് സഭയെയും പ്രത്യേകാൽ അവിടെയുള്ള ദൈവദാസനെയും ഞങ്ങളുടെ പ്രവർത്തനത്തെയും നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ എന്നെയും എന്റെ കുടുംബത്തെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇത്രയും പറഞ്ഞതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് എനിക്ക് ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി ദൈവം അനുവദിച്ചിരിക്കുന്ന, എനിക്ക് അനുവദിച്ചിരിക്കുന്ന, സഭ അനുവദിച്ചിരിക്കുന്ന സമയത്തിലേക്ക് തിരിഞ്ഞ് ദൈവവചനം ചിന്തിപ്പാൻ, ശുശ്രൂഷിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. കഴിഞ്ഞ 2 രാത്രികളിൽ നാം കർത്താവിന്റെ വചനം കേൾക്കുകയായിരുന്നു. എനിക്ക് ശുശ്രൂഷിക്കുവാനുള്ള കൃപ നൽകി, നിങ്ങൾക്ക് കേൾക്കുവാനുള്ള കൃപ നൽകി. പക്ഷെ പ്രിയപ്പെട്ടവരെ, കേട്ടുപോകുന്നവരായിട്ടല്ല, നാം അനുസരിക്കുന്നവരായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രഭാതത്തിൽ ചിന്തിച്ചതുപോലെ തന്നെ നാം അറിവുള്ളവരായി ദൈവവചന പറയുന്ന കാര്യത്തിൽ ബോധവാന്മാരായി മുന്നോട്ട് പോകണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തുടർന്നുള്ള സമയ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 27 മുതൽ 30 വരെ വായിക്കാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27 മുതൽ 30 വരെയുള്ള വേദഭാഗം നമുക്ക് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ടോ, ദൂരത്തു നിന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പി. ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു.
നിങ്ങൾ എങ്കൽ കണ്ടതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ. ആമേൻ. ഈ ദൈവവചന ഭാഗം വിശ്വാസികളാകുന്ന നമുക്ക് ആർക്കും തന്നെ അന്യമല്ല. നാം ധാരാളം പ്രാവശ്യം പരിശോധിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള വേദഭാഗമാണ് ഫിലിപ്പിയ ലേഖനത്തിലെ ഈ വേദഭാഗം. എന്നാൽ ഫിലിപ്പിയ ലേഖനത്തെ നാം അപഗ്രഹിച്ച് പഠിക്കുമ്പോഴും അല്ലാതെയും പറയുമ്പോഴും ഈ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിലൂടെ നാം ഒന്ന് കടന്നുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ, സ്നേഹിക്കുവാൻ, അനുസരിക്കുവാനുള്ള പ്രചോദനത്തെ നൽകുന്ന ചരിത്ര പശ്ചാത്തലമാണ് ഫിലിപ്പിയ ലേഖനത്തിന്റെ. നാം ഈ ഫിലിപ്പിയ ലേഖനം പരിശോധിച്ചാൽ നമുക്കറിയാം, ഈ ഫിലിപ്പിയ ലേഖനം എഴുതപ്പെട്ടത് എന്ന് പറയുന്നത് AD 63 കാലഘട്ടങ്ങളിലാണ്. അതിനു മുമ്പ് ഈ ഫിലിപ്പിയ ലേഖനത്തിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. നാം അറിയുന്നത് പോലെ ഫിലിപ്പിയ സഭ ഉത്ഭവിക്കുന്നതിനെ കുറിച്ച് നാം പരിശോധിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി 16, 17 അധ്യായങ്ങൾ നാം പരിശോധിച്ചാൽ അതിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാം. അപ്പോസ്തലനായ പൗലോസിന്റെ 2ാം മിഷണറി യാത്രയിലാണ് ഫിലിപ്പിയിൽ സഭയുണ്ടായത്. നമുക്കറിയാം, ബർണബാസുമായിട്ടുള്ള ഉഗ്രവാദത്തെ തുടർന്ന് അപ്പോസ്തല പ്രവൃത്തി 16ാം അധ്യായം മുതൽ നിങ്ങൾ വായിച്ചു നോക്കുക. വാദത്തെ തുടർന്ന് പൗലോസ് സിലാനോസിനെയും കൂട്ടി ലുസ്രയിലേക്ക് യാത്ര ചെയ്തു. 2ാം മിഷണറി യാത്ര AD 52. ഈ യാത്ര ചെയ്ത് ലുസ്രയിൽ ചെന്നപ്പോഴാണ് തിമത്യോസ് എന്നൊരു ശിഷ്യനെ അവർക്ക് ലഭിക്കുന്നത്. അങ്ങനെ തിമത്യോസ് എന്ന ശിഷ്യനെയും ചേർത്ത് അവര് ലുസ്ര വിട്ട് ത്രോവാസിലേക്ക് യാത്ര ചെയ്തു. ത്രോവാസിൽ ചെന്നപ്പോഴാണ് നാം അറിയുന്നത് പോലെ വൈദ്യനായ, ചരിത്രകാരനായ, എഴുത്തുകാരനായ ലൂക്കോസ് അവരോട് കൂടെ ചേരുന്നത്. അങ്ങനെ 4 സംഘം. അങ്ങനെ പൗലോസും സിലാനോസും തിമത്യോസും ലൂക്കോസും ഇവർ 4 സംഘം ചേർന്നാണ് ത്രോവാസിൽ നിന്ന് സമോത്രയിലേക്ക് യാത്ര ചെയ്യുന്നത്. അവിടെ നിന്ന് തുറമുഖ പട്ടണമായ നവോപ്പൊലിയിലേക്ക് കപ്പലിലാണ് ഇവർ യാത്ര ചെയ്തത്. നവോപ്പൊലി എന്ന് പറയുന്ന തുറമുഖ പട്ടണത്തിൽ കപ്പലിറങ്ങിയതിനു ശേഷം അവിടെ നിന്ന് നീണ്ടു നിവർന്നു കിടക്കുന്ന ഇഗ്നേഷ്യൻ ഹൈവേ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈജിയൻ കടലിടുക്കിൽ നിന്ന് എഡ്രിയാറ്റ് മലനിരകളിലേക്ക് നീണ്ടുകിടക്കുന്ന ഇഗ്നേഷ്യൻ ഹൈവേ. ഈ ചമ്മൺ നിറഞ്ഞ ഹൈവേയിലൂടെ ഈ 4 സംഘം സുവിശേഷത്തിന്റെ അതിമഹത്തായ സന്ദേശവും ചങ്കിലേറ്റി നടന്നു നീങ്ങുകയുണ്ടായി. അങ്ങനെ യൂറോപ്പിലെ ആദ്യത്തെ സഭ സംജാതമാകുവാനായിട്ട്, യൂറോപ്പിന്റെ മണ്ണിൽ ആദ്യത്തെ സുവിശേഷത്തിന്റെ ശബ്ദം പ്രകമ്പനം കൊള്ളുവാനായിട്ട് ഈ 4 സംഘം യൂറോപ്പിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ അവർ ഈ ഇഗ്നേഷ്യൻ ഹൈവേയിലൂടെ നടന്നു ചെന്ന് ചേർന്ന സ്ഥലമാണ് ഫിലിപ്പിയ എന്ന് പറയുന്ന പട്ടണം. അവിടെ യഹൂദന്മാരുടെ സിന്നഗോഗുകൾ ഇവർ അന്വേഷിച്ചിരിക്കാം, കണ്ടില്ല. അതുകൊണ്ടാണ് പുഴവക്കത്തേക്ക് പോയത്. അവിടെ കണ്ട സ്ത്രീകളോടാണ് പ്രാരംഭമായിട്ട് സുവിശേഷം പറഞ്ഞത്. അതിൽ പ്രധാനിയായിരുന്നു ലുദിയ എന്ന് പറഞ്ഞ രാജകീയ വസ്ത്രങ്ങൾ വിൽക്കുന്ന, മുന്തിയ തരം തുണിത്തരങ്ങൾ വിൽക്കുന്ന ലുദിയ. രക്താംബരം പോലുള്ള വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ വിൽക്കുന്ന സ്റ്റാളുകൾ അടിച്ച് ജോലിക്കാരെ വെച്ച് കച്ചവടം ചെയ്യുന്ന ഈ സ്ത്രീ സുവിശേഷം കേട്ട് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചതിന്റെ തൽഫലമായിട്ട് ഈ സഹോദരിയുടെ വീട്ടിൽ ഈ സുവിശേഷ സംഘം സ്റ്റേ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. പിറ്റേ ദിവസം വെളിച്ചപ്പാടത്തിയായ സ്ത്രീ രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്നത്, അതിന്റെ വെളിച്ചത്തിലാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത്, ഫിലിപ്പിയൻ കാരാഗ്രഹത്തിലായത്. അവിടെ നിന്ന് അവർ അടിയേറ്റത്, പിന്നീട് അവർ ശിക്ഷിക്കപ്പെട്ടത്, പിന്നീട് ജയിലറും കുടുംബവും രക്ഷിക്കപ്പെടുന്നത്, അതിനുശേഷം അവരുടെ സ്നാനം നടക്കുന്നത്, അതിനുശേഷം ലുദിയയുടെ വീട്ടിൽ സഭ കൂടി വരവാരംഭിച്ചു. അങ്ങനെ ഫിലിപ്പിയ പട്ടണത്തിൽ യൂറോപ്പ് ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ സഭ സംജാതമായി. അങ്ങനെ സംജാതമായതിനു ശേഷമാണ് സഹോദരന്മാരെ അവിടെ ആക്കിയിട്ട് പൗലോസ് അവിടുന്ന് പിന്നെ അടുത്ത പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. പിന്നീട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പോയതിനു ശേഷം 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് AD 63 ഈ ഫിലിപ്പിയ ലേഖനം ആ സഭയ്ക്ക് എഴുതുന്നത്. ഇപ്പോൾ പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെട്ട് വിചാരണ തടവുകാരനായിട്ട് റോമൻ കാരാഗ്രഹത്തിലാണ്. ആർക്ക് വേണമെങ്കിലും വന്ന് കാണാം, വായിക്കാം, പഠിക്കാം, എഴുതാം, സംസാരിക്കാം. അങ്ങനെയുള്ള വിചാരണ തടവുകാരനായി റോമൻ കാരാഗ്രഹത്തിൽ താൻ കിടക്കുമ്പോഴാണ് എപ്പഫ്രാസ് എന്നൊരു വ്യക്തി 1ാം അധ്യായത്തിൽ നാം കാണുന്നു, ഫിലിപ്പിയ സഭയിലെ സംഭവവുമായിട്ട് കടന്നു വരികയാണ്. ഫിലിപ്പിയ സഭ അനുഭവിക്കുന്ന കാര്യങ്ങളിലൂടെ, ഫിലിപ്പിയ സഭയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അറിയിക്കുവാനായിട്ട് കടന്നു വരികയാണ് പൗലോസിന്റെ അരികിൽ. അങ്ങനെ കടന്നു വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ അവരെ എൻകറേജ് ചെയ്യുവാൻ, അവരെ ശക്തിപ്പെടുത്തുവാൻ, ഉണർത്തുവാൻ എഴുതിയ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ആ 10 വർഷം കഴിഞ്ഞിട്ട് അവർ മടങ്ങി വരുമ്പോൾ ഈ ഫിലിപ്പിയ സഭയിൽ നടന്നുകൊണ്ടിരുന്നത് കൊടിയ പീഡനമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഫിലിപ്പിയ ലേഖനം അതിശക്തമായിട്ട് പ്രസംഗിക്കപ്പെടുന്നത്. ഫിലിപ്പിയ സഭ, ലോകത്തിലെ എല്ലാ സഭകളും, ലോകം മുഴുവൻ സാമ്രാജ്യമായി അടക്കി ഭരിച്ചിരുന്ന റോമൻ സാമ്രാജ്യത്തിലെ നീറോ ചക്രവർത്തിയുടെ പീഡനത്തിന്റെ ആ മൂർധന്യാവസ്ഥയുടെ കാലത്തായിരുന്നു ഈ ഫിലിപ്പിയ സഭ സംജാതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. AD 63, 62, 63 കാലഘട്ടങ്ങളിൽ
കൊടുമ്പിരി കൊള്ളുന്ന പീഡനം എന്ന് പറഞ്ഞാൽ സഹോദരിമാരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിട്ട് കാണപ്പെടാത്ത രാത്രികൾ, സഹോദരന്മാരെ പിടിച്ചു കൊണ്ടുപോയിട്ട് കാണപ്പെടാത്ത രാത്രികൾ, കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുന്ന രാത്രികൾ, അങ്ങനെ സഹോദരന്മാർ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ റോമൻ കൊളോസിയത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ കാട്ടുമൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ട് 2 തരത്തിലുള്ള മൃഗങ്ങൾ കടിച്ചു കീറുന്നത് കണ്ട് അട്ടഹസിച്ച് രസിക്കുന്ന കാലഘട്ടം റോമൻ കൊളോസിയം. നമുക്കറിയാം, ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. 80,000 പേരിൽ അധികം വരുന്ന കാണികൾക്ക് ഇരുന്ന് കണ്ടുല്ലസിക്കുവാൻ റോമാക്കാർ പണിതിട്ടിരിക്കുന്നത്. അവിടെയെല്ലാം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നത് ക്രൈസ്തവരായിരുന്നു. അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന കാലഘട്ടം, ഭാര്യമാർ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഭാര്യമാർ, കുഞ്ഞുങ്ങളെ തെരഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കൾ, കാടുകളിലും ഗുഹകളിലും ഒളിച്ചും പാത്തും പതുങ്ങിയും കർത്താവിനെ ആരാധിക്കുന്ന ക്രിസ്ത്യാനികൾ, അങ്ങനെയുള്ള സാഹചര്യം. അവിടെ പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഹോദരിമാരെ പട്ടാള ക്യാമ്പുകളിലൂടെ പിടിച്ചു കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി ലെതർ ബാഗുകളുടെ ഉള്ളിലിട്ട് അതിന്റെ മൂടിക്കെട്ടി കുതിരയുടെ കടിഞ്ഞാണിൽ വലിച്ചു കെട്ടി തെരുവീതികളിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി നടുക്കയങ്ങളിൽ തള്ളുന്ന രാത്രികളും പകലുകളുമുള്ള സന്ദർഭം. ഇതെല്ലാം ചരിത്രം പരിശോധിക്കണം. നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും ക്രൈസ്തവർ അനുഭവിച്ചു വന്ന പീഡനം. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എപ്പഫ്രാസ് എവിടെയെത്തി? എപ്പഫ്രാസ് എത്തുകയാണ് റോമൻ കാരാഗ്രഹത്തിൽ പൗലോസിനെ കാണുവാൻ. സഭ പീഡനത്തിലൂടെ കടന്നുപോവുകയാണ്. എല്ലാ സഭകളും ഞങ്ങൾ വളരെ ദുഃഖത്തിലും പ്രയാസത്തിലുമാണ്. അപ്പോൾ പൗലോസ് അവരെ എൻകറേജ് ചെയ്തുകൊണ്ട് എഴുതുന്ന ലേഖനമാണ് പ്രിയ സഹോദരന്മാരെ. പൗലോസ് എഴുതുകയാണ്. 1-ാം അധ്യായം പൗലോസ് എഴുതിയാണ്. നിങ്ങൾ അതിന്റെ ഇതിവൃത്തം മുഴുവൻ പരിശോധിച്ച് നോക്കുക. 1-ാം അധ്യായം പൗലോസ് പറയാണ്, സഹോദരന്മാരെ, നിങ്ങൾ ഒന്നിനാലും കുലുങ്ങി പോകരുത്. കാരണം എന്താണ്? നിങ്ങൾക്കുള്ള അതേ പോരാട്ടം എനിക്കുമുണ്ട്. ഞാൻ ജയിലിലാണ്. വാളിന്റെ മിന്നുന്ന വായ്ത്തല നോക്കിയാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ വധിക്കപ്പെടാൻ പോകുന്നു ഭയപ്പെടേണ്ട. നിങ്ങൾ അടയാളമാണ്. അതാണ് 1-ാം അധ്യായത്തിന്റെ 27 മുതൽ വായിച്ചു വരുമ്പോൾ, നിങ്ങൾ അടയാളമാണ്, രക്ഷയുടെയും ശിക്ഷയുടെയും അടയാളമാണ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ഒരു ന്യായവിധി ഉണ്ടെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുന്ന അടയാളമാണ് നിങ്ങൾ. അതുപോലെ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ, നിങ്ങളെ കൊല്ലുമ്പോൾ അതിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന ഒരു അടയാളമുണ്ട്. വരാൻ പോകുന്ന ഒരു ന്യായവിധി ഉണ്ടെന്നും ഇപ്പോ രക്ഷപ്പെടാനുള്ള മഹാരക്ഷയുണ്ടെന്നുമുള്ള സൈൻ ബോർഡുകളാണ് നിങ്ങൾ. ഫിലിപ്പിയ സഭ ഒരടയാളമാണ് ലോകത്തിൽ എന്ന് അവരെ എൻകറേജ് ചെയ്തു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയാണ്, നിങ്ങൾ നോക്കിക്കൊള്ളുക. പൗലോസ് പറയാണ്, അല്ലയോ ഫിലിപ്പ്യരെ, നിങ്ങൾ അധൈര്യപ്പെടരുത്. കാരണം റോമൻ സാമ്രാജ്യത്തിലെ സൈന്യാധിപന്മാരല്ല, റോമൻ കൈസർമാരല്ല, എല്ലാവരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന ഒരു ദിവസം വരും. എല്ലാവരെയും ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദിവസം വരും. അതുകൊണ്ട് നിങ്ങൾ അധൈര്യപ്പെടരുത്. അതുകൊണ്ടാണ് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാം മുഴങ്കാൽ മടങ്ങുമെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയാണ്, അതുകൊണ്ട് നിങ്ങളുടെ ജീവനെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കുള്ളതിനെയെല്ലാം ചവറന്നെണ്ണിക്കൊണ്ട് മുന്നോട്ട് പോകുക. കാരണം എന്താണ്? നല്ലൊരു പുനരുത്ഥാനം വരാൻ പോവുകയാണ്. വാളിനോ തീക്കോ വെള്ളത്തിനോ കാട്ടുമൃഗങ്ങൾക്കോ അടക്കി നിർത്തുവാൻ കഴിയാത്ത, പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത നല്ലൊരു പുനരുത്ഥാനം വരാൻ പോകുന്നത് കൊണ്ട് എല്ലാത്തിനെയും ഛേദമെന്നെണ്ണി മുന്നോട്ട് പോകുക. 4-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, സന്തോഷിപ്പീൻ. വാള് കഴുത്തിൽ വെക്കുമ്പോഴും നിങ്ങൾ സന്തോഷിപ്പീൻ. പീഡനങ്ങൾ വരുമ്പോഴും സന്തോഷിപ്പീൻ. മാറാരോഗങ്ങൾ വരുമ്പോഴും നിങ്ങൾ സന്തോഷിപ്പീൻ. ഞാനും ജയിലിലാണ്. ജയിലിൽ കിടന്നുകൊണ്ടാണ് പറയുന്നത്, സന്തോഷിപ്പീൻ. അങ്ങനെ പറഞ്ഞ് ലേഖനം അവസാനിപ്പിച്ചു. ഞാൻ ഇത്രയും പറഞ്ഞത് ഇതാണ് ഫിലിപ്പിയ ലേഖനത്തിന്റെ ഇതിവൃത്തം. ഇതാണ് ചരിത്ര പശ്ചാത്തലം. ഇത് ഓടിച്ചു പറഞ്ഞെന്ന് മാത്രം. ഇങ്ങനെ ഈ ലേഖനം ഫിലിപ്പിയ സഭയിലേക്ക് ചെന്നപ്പോൾ അവർ ഉണർന്നു, ഉത്തിഷ്ഠരായി, അവർ ശക്തരായി, അവർ വിപ്ലവാത്മകരമായ രീതിയിൽ മരിക്കാൻ തയ്യാറായി. കാരണം നല്ലൊരു പുനരുദ്ധാനമുണ്ട്. വെക്കുക കഴുത്തിന് വാള് എന്നുള്ള മുദ്രാവാക്യം അവരിൽ നിന്ന് ഉയർത്തുന്നു. എന്തു തന്നെ സംഭവിച്ചാലും വാളിനോ തീക്കോ ഞങ്ങളെ അടക്കി നിർത്തുവാനായിട്ട് കഴിയില്ല. യേശു ക്രിസ്തു തന്നെ മഹാദൈവം. കൈസർ ദൈവമല്ല, അന്യ ദൈവങ്ങളില്ല. യേശു ക്രിസ്തു തന്നെ ദൈവം. അങ്ങനെ ചരിത്രകാരന്മാർ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, റോമിലെ ടൈബർ നദി ചുവന്ന നിറത്തിൽ ഒഴുകിയെന്നാണ്. ക്രൈസ്തവരുടെ രക്തം കലർന്ന നദി ഒരു കാലഘട്ടത്തിൽ ഒഴുകപ്പെട്ടു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഫിലിപ്പിയക്കാരെ
ഉണർത്തിയ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ഈ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 27 മുതൽ 30 വരെയുള്ള വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അവിടെ പൗലോസ് പറയാണ്, ഇന്നുള്ള നമ്മളെല്ലാവരും അടയാളങ്ങളാണ്. ഫിലിപ്പിയ സഭ മാത്രമല്ല, തിരുമല സഭ അടയാളമാണ്, ചുവന്ന മണ്ണ് സഭ അടയാളമാണ്. പിന്നെ തന്നെയല്ല, ഈ കേരളത്തിലെ എല്ലാ സഭകളും അടയാളമാണ്. എവിടെയെല്ലാം കർത്താവിന് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമുണ്ടോ അവരെല്ലാം അടയാളമാണ്. എന്തിന്റെ അടയാളം? ശിക്ഷയുടെയും രക്ഷയുടെയും അടയാളം. എന്നെ കണ്ടാൽ, നിങ്ങളെ ഓരോരുത്തരെയും കണ്ടാൽ ഒരു രക്ഷയുണ്ടെന്നും ഒരു ശിക്ഷയുണ്ടെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാകണം. ആ അടയാളമാണ്. ഈ സഭ കണ്ടാൽ, സഭയിൽ വന്നാൽ അതിമഹത്തായ ഒരു രക്ഷയുണ്ടെന്നും വരാൻ പോകുന്ന ഒരു ന്യായവിധി ഉണ്ടെന്നും തിരുമലയിൽ വിളിച്ചറിയിക്കുന്ന തിരുസഭയാണ്, ദൈവത്തിന്റെ സഭയാണ്. ഏത്? തിരുമല സഭ. അതുപോലെ ഓരോ സഭകളും പ്രിയപ്പെട്ടവരെ രക്ഷയുടെയും ശിക്ഷയുടെയും സന്ദേശം വാഹകരാണ് നാം ഓരോരുത്തരും. നാം എല്ലാം സൈൻ ബോർഡുകളാണ്, നാം അടയാളങ്ങളാണ്. എവിടെയൊക്കെ എങ്ങനെ ഞാൻ പിന്നാലെ വിശദീകരിക്കാം. അപ്പൊ നോക്കുക, അങ്ങനെ അടയാളങ്ങളാണ്, അങ്ങനെ നീതിയുള്ള അടയാളങ്ങളായി നമ്മെ വെച്ചിട്ടുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ന്റെ 5 പെട്ടെന്ന് വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ന്റെ 5-ാം വാക്യം. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? 2-ാം ലേഖനം 1-ന്റെ 5-ാം വാക്യം. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും. പ്രിയപ്പെട്ടവർ, അവിടെ പറഞ്ഞു വരിക. അതുകൊണ്ട് പറയുകയാണ്, ഓരോ സഭകളെയും ഓരോ വിശ്വാസികളെയും ദൈവം അടയാളമാക്കി വെച്ചിരിക്കുകയാണ്. ഫിലിപ്പിയക്കാരെ മാത്രമല്ല, നമ്മളെ എല്ലാവരെയും ഈ ലോകത്തിൽ അടയാളമാക്കി വെച്ചിരിക്കുകയാണ്. നാം അടയാളമാണ്. എന്തിന്റെ അടയാളം? വരാൻ പോകുന്ന ഭയാനകമായ ഒരു ന്യായവിധിയുടെയും ഇപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുന്ന ഒരു മഹാരക്ഷയുടെയും അടയാളങ്ങളാണ് ബിജുവും അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവജനവും ഓരോ സഭകളും രക്ഷയുടെയും ശിക്ഷയുടെയും അടയാളത്തിന് വേണ്ടി ദൈവം അതാത് സ്ഥലങ്ങളിൽ നിലനിർത്തിയിരിക്കുകയാണ്. രക്ഷയുടെയും ശിക്ഷയുടെയും അടയാളങ്ങൾ. പ്രിയപ്പെട്ട, ഒന്ന്, നാം അടയാളങ്ങളാണ്. ഇത് നാം മറന്നു പോകരുത്. നമ്മെ കണ്ടിട്ട് വേണം മറ്റുള്ളവരെ എന്ത് മനസ്സിലാക്കാൻ? നമ്മെ കണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് മനസ്സിലാക്കണം, നമ്മുടെ സംസാരം കൊണ്ട് മനസ്സിലാക്കണം, നമ്മുടെ പ്രവൃത്തി കൊണ്ട് മനസ്സിലാക്കണം. ഒരു മഹാരക്ഷയുണ്ടെന്ന്, ഒരു യേശുക്രിസ്തു ഉണ്ടെന്ന്, പാപിയായ മനുഷ്യൻ നരകത്തിലേക്ക് പോകുമെന്ന്, പ്രിയപ്പെട്ടവരെ മഹാസമാധാനം ലഭിക്കുമെന്ന്, സന്തോഷം ലഭിക്കുമെന്ന്, സ്നേഹം ലഭിക്കുമെന്ന് നമ്മിലൂടെയാണ് ലോകം അറിയേണ്ടത്. ഈ സഭയിലൂടെയാണ് ലോകം അറിയേണ്ടത്. ഇത് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ഒരു വലിയ ശിക്ഷയുണ്ട്, മടങ്ങി വരുവാൻ കഴിയാത്ത ശിക്ഷയുണ്ടെന്ന് പറയപ്പെടുന്ന സൈൻ ബോർഡുകളാണ് നാം ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സംസ്ഥാനത്ത്, ദേശത്ത്, ജില്ലയിൽ, എല്ലായിടത്തും നിങ്ങൾ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നമ്മൾ ആരാണ്? നാം അടയാളങ്ങളാണ്. പൗലോസ് പറയാണ്, നിങ്ങൾ നീതിയുള്ള വിധിക്ക് അടയാളങ്ങൾ. അത് ദൈവം തന്നെ വെച്ച അടയാളങ്ങൾ. ഫിലിപ്പിയ ലേഖനം 1 നോക്കുക. ഇത് അവരുടെ നാശത്തിന്, 28-ാം വാക്യം, ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരടയാളമാകുന്നു. അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും. അപ്പൊ രക്ഷയുടെയും ശിക്ഷയുടെയും അടയാളമാണ് നാം ഓരോരുത്തരും, അല്ലെ? അടയാളം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ പറയാറുണ്ട്, സൈൻ ബോർഡ്. നമുക്കറിയാം, സാധാരണ പറയും, ഇന്ന സ്ഥലത്തേക്ക് പോകാൻ ഇന്ന ഒരു ബോർഡ് അവിടെ കാണും, അല്ലെ? ആ ബോർഡ് ശ്രദ്ധിച്ചാൽ മതി, അതിന്റെ തൊട്ടടുത്ത ചില അടയാളങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ ദൈവരാജ്യത്തിന്റെ അടയാളങ്ങളാണ് നാം ഓരോരുത്തരും. അപ്പൊ ഒന്ന്, തിരുമല സഭ, ഇവിടെയുള്ള ഓരോ വിശ്വാസികളും അടയാളങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് നാം അടയാളമായി മാറുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സഭ പുറമേ ഉള്ളവർക്ക് അടയാളമായി മാറണമെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പീഡനം വരുമ്പോൾ, രോഗം വരുമ്പോൾ, സഭയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, സഭയിൽ സന്തോഷം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, ഒരു സഭ എങ്ങനെയായിരിക്കണം? അടയാളമായി മാറണമെങ്കിൽ സഭ എങ്ങനെയായിരിക്കണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്, നാം അടയാളങ്ങളാണ്. സഭ അടയാളമാണ്, വ്യക്തികൾ അടയാളങ്ങളാണ്. ഒന്നാമത് നാം വീണ്ടും കടന്നു വരികയാണ്, സഭ അടയാളമാകുന്നത് എങ്ങനെയാണ് സഭ ഈ നാട്ടുകാർക്ക് അടയാളമായി മാറുക? മറ്റുള്ള സഭകൾക്ക് അടയാളമായി മാറുക, മറ്റുള്ള മതങ്ങൾക്ക് അടയാളമായി മാറുക സഭ. നോക്കുക, 27-ാം വാക്യം ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അവിടെ പറയാണ്, ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ടോ
ദൂരത്ത് നിന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ. ഇവരുടെ അവസ്ഥയെല്ലാം മനസ്സിലാക്കണം, വിശദീകരിക്കുന്നില്ല. അവസ്ഥ കേട്ടിട്ടോ. അടുത്തത്, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ഒരു സഭയുടെ അന്തർഭാഗത്ത് നടക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, സാക്ഷ്യമുള്ള ഒരു സഭ ആയി നിൽക്കണമെങ്കിൽ, അടയാളമായി ആ സഭ മാറണമെങ്കിൽ, ആ സഭയെ കണ്ടുകൊണ്ട് അനേകർക്ക് ആശ്വാസം ലഭിക്കണമെങ്കിൽ, ആ സഭയിലേക്ക് വരുന്നവർക്ക് ആശ്വാസം ലഭിക്കണമെങ്കിൽ, ആ സഭയിൽ നിന്ന് ഈ നാട്ടിലുള്ളവർക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ, ആദ്യം സഭ അടയാളമാകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, സഭയുടെ ഉള്ളിലുള്ളവർ ഏകാത്മാവിൽ നിലനിൽക്കണം. നാം 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഏകാത്മാവിനെ പാനം ചെയ്തിരിക്കുന്നവരാണ്. ഒരപ്പത്തിൽ നിന്ന് അവകാശികളാണ്, ഒരു പാനപാത്രത്തിൽ നിന്ന് അവകാശികളാണ്. രോഗം വരുമ്പോഴും, പ്രശ്നമുണ്ടാകുമ്പോഴും, സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോഴും, സഭയിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇതിലൊന്നായിട്ട് മറ്റുള്ള കാര്യത്തിൽ യോജിക്കാതിരിക്കുന്ന സ്ഥിതിയാണ് സഭയുടെ സ്ഥിതി. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നാം ഇങ്ങനെ ദൈവവചനം പറയുന്നത് പോലെ ഏകാത്മാവിൽ നിലനിൽക്കുക. ഭിന്നതയില്ലാത്ത സഭ, സഭയുടെ ഉള്ളിൽ ഒരേ ആത്മാവിൽ നിലനിന്നു പോകുന്ന സഭ എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഏറെ പറയാനുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ സഭാ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങളെ അംഗീകരിച്ചനുസരിക്കുന്ന സഭ, പ്രതിപക്ഷമില്ലാത്ത സഭ. ലോകത്തിൽ പ്രതിപക്ഷമില്ലാത്ത ഒരു സഭയുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സഭയാണ്. ദൈവത്തിന്റെ സഭയിൽ പ്രതിപക്ഷമില്ല. ലോകത്തിൽ എല്ലായിടത്തും പ്രതിപക്ഷമുണ്ട്, പക്ഷേ ദൈവത്തിന്റെ സഭയിൽ പ്രതിപക്ഷമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരേ ആത്മാവിനെ പാനം ചെയ്തവർ, ഒരപ്പത്തിന്റെ അംശികൾ, ഒരു പാനപാത്രത്തിന്റെ അംശികളായിരിക്കുന്ന, ഒരുവനാൽ അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന സഭ എന്ന ശരീരത്തിന് അവയവങ്ങളായിരിക്കുന്ന ഒരു ശരീരമായിരിക്കുന്ന ഈ സഭയ്ക്ക് പ്രതിപക്ഷമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏകാത്മാവിൽ സഭയുടെ ഉള്ളിൽ നിലനിൽക്കാം. ഞാൻ ഇന്നലെ ഓർമ്മിപ്പിക്കുകയുണ്ടായി, വചന പഠനത്തിൽ നിരന്തരം നിലനിൽക്കുന്ന സഭ സുവിശേഷ പ്രവർത്തനങ്ങളിൽ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന സഭ, സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന സഭ, പ്രാർത്ഥനയിൽ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്ന സഭ, നിരന്തരം പ്രാർത്ഥിക്കുന്ന സഭ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഏകാത്മാവിൽ നിലനിന്ന് ഏക മനസ്സോടെ, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഏക മനസ്സോടെ സഭയുടെ ഉള്ളിൽ നാം ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ സഭ അടയാളമാകണമെങ്കിൽ സഭയ്ക്കകത്ത് ഭിന്നതയില്ലാതെ, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ, ദൈവവചനം പഠിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അനുസരിക്കുവാൻ മനസ്സൊരുക്കമുള്ളവരായി മാറിയാൽ മാത്രമേ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭ തിരുമലയിൽ എന്നല്ല, കേരളത്തിൽ എന്നല്ല, എവിടെയും എന്തായി തീരുകയുള്ളൂ? അടയാളമായി മാറുകയുള്ളൂ. അങ്ങനെ ഏകാത്മാവിൽ നിന്ന് ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കണം. നമ്മൾ പോരാട്ടം കഴിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതം, സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ നോക്കുക, ഈ വിശ്വാസത്തിൽ ഉൾപ്പെട്ട നമ്മുടെ സുവിശേഷ പ്രവർത്തനത്തിൽ നിന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ സഭ ഒരുമിച്ചാണ് തടുത്തു നിർത്തുന്നത്. അതുപോലെ സുവിശേഷ പ്രവർത്തനത്തിന് തന്നെ പോകാൻ അനുവാദമില്ല. ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വിഷമം തോന്നും. സഭയുടെ അനുവാദമില്ലാതെ, സഭ അനുവദിക്കാതെ, സഭയുടെ സപ്പോർട്ടില്ലാതെ, പ്രിയപ്പെട്ടവരെ, ഒരു സഭ അയക്കാതെ, സഭ പിന്നിലില്ലാതെ പ്രവർത്തനങ്ങളില്ല. അതുപോലെ സഭയിൽ വഴക്കുണ്ടായി പോയി പ്രവർത്തിക്കാൻ അനുവാദമില്ല, സഭ അറിയാതെ പ്രവർത്തിക്കാൻ അനുവാദമില്ല. സഭാ മൂപ്പന്മാരുടെ അറിവോടെ, സഭയുടെ അറിവോടെ സഭയാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇതിലൊക്കെയാണ് ഭിന്നത വരുന്നത്. അതില്ലാതെ ഏകാത്മാവിൽ നിലനിന്ന് ഏക മനസ്സോടെ സുവിശേഷത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുന്ന സഭയിൽ എന്തുണ്ടാകും? അടയാളം ആണ് അതിലുണ്ടാകുന്ന ഒരു കാര്യം. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം, 22-23 വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 22-23 വാക്യം. അതിന്റെ 21 മുതൽ വായിക്കാം. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ചു, കർത്താവിലേക്ക് തിരിഞ്ഞു. അവരെ കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർന്നബാസിനെയും അന്ത്യോക്യോളം പറഞ്ഞയച്ചു.
അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരെയും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. യെരുശലേമിലെ സഭയിൽ അന്ത്യോക്യയിൽ കുറെ പേര് രക്ഷിക്കപ്പെട്ടു, അവിടെ ഒരു സഭാ കൂടി വരുണ്ടായെന്ന് അറിവ് കിട്ടി. അപ്പോൾ സഭാമൂപ്പന്മാരെ അങ്ങോട്ട് അയച്ചു. അവർ ചെന്ന് സഭയിൽ ദൈവകൃപ കണ്ടു. എന്താണ് ദൈവകൃപ? കാണാൻ പറ്റുമോ ദൈവകൃപ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എന്ന് പറഞ്ഞാൽ ആ സഭയിൽ ഓരോ വിശ്വാസികൾക്കും ലഭിച്ച കൃപാവരങ്ങളെ ആ സഭയിൽ പ്രയോജനപ്പെടുന്നത് കണ്ട് അവര് സന്തോഷിച്ചു. ഓരോ വ്യക്തികൾ പാടുവാനുള്ള കൃപാവരം, സ്നേഹിക്കുവാനുള്ള കൃപാവരം, കരുതുവാനുള്ള കൃപാവരം, പ്രസംഗിക്കുവാനുള്ള കൃപാവരം, അതുപോലെ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കൃപാവരങ്ങളും ഓരോ വിശ്വാസികളും സഭയിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നത് കണ്ടിട്ട് വന്ന എൽഡേഴ്സ് സന്തോഷിച്ചു, ദൈവകൃപ കണ്ടു സന്തോഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഏകാത്മാവിൽ നിലനിന്ന് ഏക മനസ്സോടെ സുവിശേഷത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുന്ന സഭ, ദൈവവചന പഠനത്തിൽ നിരന്തരമായി മുന്നോട്ട് പോകുന്ന സഭയിൽ കൃപാവരങ്ങൾ ഉപയോഗിക്കാത്ത ഒരാളും ഉണ്ടായിരിക്കുകയില്ല. അവരുടെ കൃപാവരങ്ങളെല്ലാം ആ സഭയ്ക്ക് പ്രയോജനപ്പെടും. ആ സഭ ആ പ്രദേശത്ത് അടയാളമായി മാറും. അത് കേൾക്കുന്ന യെരുശലേമിയുടെ സഭയുടെ ചെവിയിൽ എത്തി. അപ്പോൾ ആ സഭ എന്ത് ചെയ്തു? സന്തോഷിച്ചു. നമ്മുടെ സഭകളുടെ വാർത്ത നാം കേൾക്കുമ്പോൾ സന്തോഷിക്കാറുണ്ടോ? പല സഭകളുടെയും വാർത്ത കേൾക്കുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? തുറന്നു പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. ചെവി പൊത്തിക്കളയുന്ന, കേൾക്കണ്ടേ എന്ന് പറയുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. അവിടെ ഏകാത്മാവിൽ നിലനിന്നിട്ടാണോ? കളിയായിട്ടെടുക്കരുത്, തമാശ ആയിട്ടെടുക്കരുത് പ്രിയപ്പെട്ടവരെ, ഗൗരവമായ കാര്യമാണ്. സഭ ഏകാത്മാവിൽ നിലനിന്നില്ലെങ്കിൽ, ഏക മനസ്സോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ, ഏതൊരു കാര്യവും സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോരാടിയില്ലെങ്കിൽ, ഒറ്റയ്ക്കുള്ള പരിപാടിയില്ല, ഒരുമിച്ച് പോരാടിയില്ലെങ്കിൽ ശത്രു സൈന്യത്തിന്റെ കോട്ടകളെ തച്ചുടയ്ക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് പല വാർത്തകളും നമുക്ക് സന്തോഷം തരുന്നതല്ല. പല സഭകളിലേക്കും അന്വേഷിച്ച് ചെല്ലുമ്പോൾ കൃപാവരം കണ്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല, ദുഃഖിച്ചു മടങ്ങി പോരേണ്ടതായിട്ട് വരും. നമ്മുടെ സഭ അങ്ങനെയായി തീരരുത്. നമ്മുടെ സഭ നാളുകൾ കഴിയുമ്പോൾ, തലമുറകൾ കഴിയുമ്പോൾ അങ്ങനെയായി മാറരുത്. നമ്മുടെ സഭകൾ അടയാളമായി മാറണം, അടയാളമായി മാറണം. ഓരോ സഭകളെയും കുറിച്ച് കേൾക്കുന്നത് നല്ല വാർത്തയായിരിക്കണം. അതിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ മൂടിവെക്കാതിരിക്കുക. മറ്റവനോട് പഴി പറഞ്ഞ് ഇവനോട് പഴി പറഞ്ഞ് ഞാൻ ചെയ്യില്ല, എനിക്ക് നേരമില്ല, ഞാനത് ചെയ്യില്ല എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ, പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവനോടുള്ള ദേഷ്യം കൊണ്ട് നമ്മുടെ കൃപാവരത്തെ മൂടിവെക്കരുത്. പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ കൃപാവരങ്ങളെ മൂടിവെക്കരുത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങൾ സഭയിൽ പൊതുപ്രയോജനത്തിനായിട്ട് നാം പ്രയോജനപ്പെടുത്തണം. അതിന് ഏകാത്മാവിൽ നിലനിൽക്കണം, ഏക മനസ്സുണ്ടായിരിക്കണം, സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കണം, ദൈവവചന പഠനം വേണം, പ്രാർത്ഥന വേണം, ഇതെല്ലാം വേണം. അങ്ങനെയുള്ള സഭയായി നാം മാറണം. ആ സഭ അടയാളമായി മാറും. ഒന്ന്, സഭ അടയാളമാണ്. ഫിലിപ്പിയ സഭ അങ്ങനെയുള്ള സഭയായിരുന്നു. അവിടെയുള്ള നമ്മുടെ സഹോദരീ സഹോദരന്മാർ സ്വന്തം കുഞ്ഞുങ്ങളെ മാറിടത്തിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ, മിന്നുന്ന വാൽത്തഴയിൽ 4, 5, 7 പ്രായം വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ വാളിന്റെ വാൽത്തഴയിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ നെഞ്ചുരുകി കരഞ്ഞെങ്കിലും വിട്ടുകളഞ്ഞില്ല കർത്താവിനെ. അവർ ചേർത്ത് പിടിച്ചു. പ്രിയപ്പെട്ടവരെ, അവർക്കറിയാം നല്ലൊരു പുനരുദ്ധാനമുണ്ട്, നല്ലൊരു പുനരുദ്ധാനം. സ്വന്തം കുഞ്ഞുങ്ങളെ കടുവയും പുലിയും ആർത്തിരമ്പി വന്ന് അവരുടെ കൊളോസിയങ്ങളിൽ വലിച്ചു കീറി തിന്നുമ്പോൾ തളർന്നു വീഴുന്ന മാതാപിതാക്കളെ കുന്തത്തിൽ കുത്തി എറിഞ്ഞിട്ട് കൊടുത്തു റോമൻ പട്ടാളക്കാർ. ഈ കാട്ടുമൃഗങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ, അവരും അടയാളമായി തീർന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ സഭ, തിരുമലയിൽ ഈ സഭ അടയാളമാണ്. ലോകത്തിലെ എല്ലാ സഭകളും അടയാളമാണ്. അടയാളമായി മാറണമെങ്കിൽ സഭയ്ക്കകത്ത് സാക്ഷ്യമുള്ള ജീവിതം, സഭ ആ നിലയിൽ ദൈവത്തിന് വിധേയപ്പെട്ട് ഏകാത്മാവിൽ ഏകമനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുന്നവരായി തീരണം സഭ. 2, അടയാളമായി മാറുന്നത് പുറമെ ആരാണ്? രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുകയാണ്. ഫിലിപ്പിയ ലേഖനം 21-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ എന്ന് ഗ്രഹിക്കേണ്ടതിന്, അടുത്ത് നോക്കി, പോരാട്ടം കഴിക്കുമെന്ന് ഗ്രഹിക്കേണ്ടതിന് സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പീൻ. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് ആ സഭയിലെ ഓരോ അവയവങ്ങളോടും ഓരോ വിശ്വാസികളോടും പറയാണ്, നിങ്ങൾ അടയാളങ്ങളാണ്. നാം ഓരോരുത്തരും അടയാളങ്ങളായി മാറണമെങ്കിൽ എന്ത് അടയാളമാണെന്ന് മറന്നു പോകരുത്. എന്തടയാളമാ?
വരാൻ പോകുന്ന ഒരു ന്യായവിധിയുണ്ടെന്നും ഇപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മഹാരക്ഷയുണ്ടെന്നും എഴുതി വച്ചിരിക്കുന്ന, കണ്ടാൽ മനസ്സിലാകുന്ന, തെളിഞ്ഞു നിൽക്കുന്ന അടയാളങ്ങളാണ് നാം ഓരോരുത്തരും നമ്മെ ദൈവാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ അടയാളങ്ങളായി മാറണമെങ്കിൽ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പീൻ. പ്രിയപ്പെട്ടവരെ, നാം വ്യക്തിപരമായി, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ സ്കൂളുകളിൽ വ്യക്തിപരമായി, പ്രിയ യുവാക്കന്മാരെ നിങ്ങളുടെ കോളേജ് കലാലയങ്ങളിൽ, പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ, പ്രിയപ്പെട്ടവരെ നമ്മുടെ യാത്രയിൽ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം അടയാളമായി മാറണമെങ്കിൽ അവിടെയെല്ലാം നാം സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടക്കണം. ഇല്ലെങ്കിൽ നാം എന്താകുകയില്ല, അടയാളമാകുകയില്ല. ഈ അടയാളം കാണാതെ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മനുഷ്യർ വഴിതെറ്റി നരകത്തിലേക്ക് പോകും. സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത് സ്വന്തമായി ഉണ്ടുറങ്ങി സമ്പാദിച്ച് മെച്ചമായ ജീവിതം നയിച്ച് നമ്മുടെ കാര്യം മാത്രം നോക്കി കിടന്നുറങ്ങി പോകുവാനല്ല പ്രിയപ്പെട്ടവരെ. നമ്മെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് അടയാളങ്ങളാക്കി നിർത്തിയിരിക്കുകയാണ്. നമ്മെ അടയാളങ്ങളാക്കി നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ അടയാളമാണ്. അടയാളമായി മാറണമെങ്കിൽ അവിടെയെല്ലാം നാം സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം. അയൽക്കാരന്റെ മുമ്പിൽ അടയാളമാകണമെങ്കിൽ, നാം കണ്ടുമുട്ടുന്നവരുടെ മുമ്പിൽ ഞാനും നിങ്ങളും അടയാളമാകണമെങ്കിൽ, അവരെ പോലെ സിനിമ കണ്ടും, അവരെ പോലെ മദ്യപിച്ചും, അവരെ പോലെ മ്ലേച്ഛമായ പ്രവൃത്തികൾ ചെയ്തും, അവരെ പോലുള്ള വാക്കുകൾ ഉപയോഗിച്ചും, അവരിയ്ക്കുന്ന ഈഴ്പ്പടത്തിലിരുന്നും, അവരുടെ വഴികളിൽ നടന്നും കളിച്ചും ഉല്ലസിച്ചും ചിരിച്ചും നടന്നാൽ അടയാളത്തെ അവർക്ക് കാണുവാൻ കഴിയുകയില്ല. ദൈവനാമം ദുഷിക്കപ്പെടും. അതുകൊണ്ടാണ് നമ്മെ അവരുടെ മധ്യത്തിൽ നിന്ന് വേർപെടുത്തി അടയാളങ്ങളാക്കി വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയാം, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടപ്പി. എങ്ങനെയാണ് സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കുക? എന്താ സുവിശേഷത്തിന്റെ യോഗ്യത? സുവിശേഷത്തിന്റെ യോഗ്യത എന്താ? നമ്മുടെയൊക്കെ യോഗ്യത എന്താ? സുവിശേഷത്തിന്റെ യോഗ്യത എന്ന് പറഞ്ഞ പ്ലസ് കർത്താവായ യേശുക്രിസ്തു, 2 അനുസരണം. ഇതിനത് അപ്പുറത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പരിശോധിച്ച് മനസ്സിലാക്കിയെന്ന് ഉണ്ടെങ്കിൽ നല്ലത്, തർക്കത്തിന് പറഞ്ഞതല്ല. സുവിശേഷത്തിന്റെ യോഗ്യത എന്ന് പറഞ്ഞ യേശുക്രിസ്തുവാണ് സുവിശേഷത്തിന്റെ യോഗ്യത. മഹത്വ സമ്പൂർണനായ യേശുക്രിസ്തു, അത് അവന്റെ യോഗ്യമാവണ്ണം നടക്കണം. ആ യോഗ്യതയുടെ അത് വെളിപ്പെടുത്തുന്നതാണ് അനുസരണം. യേശുക്രിസ്തുവിന്റെ യോഗ്യത വെളിപ്പെടുത്തിയത് എങ്ങനെയാ? താൻ പീഠത്തിന്റെ മുകളിൽ കയറിയിരുന്ന് കാലൊക്കെ കയറ്റി വെച്ച് പ്രസംഗിച്ചിട്ടാണോ? ആണോ? പ്രസംഗിച്ച് എല്ലാരും ഇങ്ങോട്ട് വാ, ഞാൻ തരാം. യേശുക്രിസ്തുവിന്റെ ഭാവത്തെ കുറിച്ച് മർക്കോസ് എന്താ രേഖപ്പെടുത്തിയത്? ലോകത്തിലെ ഏറ്റവും വലിയ ദാസനായിട്ടാണ് മർക്കോസ് ചിത്രീകരിച്ചത്. ഏറ്റവും വലിയ ദാസൻ, അനുസരണം. അതിലെ എബ്രായ ലേഖനം 5:8-9, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണാഭൂതനായി തീർന്നു. അനുസരണം പഠിച്ചു തികഞ്ഞവൻ. അവൻ അനുസരിപ്പിക്കുക മാത്രമല്ല, അനുസരണം തികഞ്ഞവൻ. അനുസരണമാണ്. പിതാവിനെ പൂർണ്ണമായി അനുസരിച്ചവനാണ് യേശുക്രിസ്തു. പിതാവിനെ പൂർണ്ണമായി അനുസരിച്ച, മനുഷ്യത്വത്തിന്മേൽ അനുസരിച്ച ഒരേ ഒരു വ്യക്തിപ്രഭാവമുണ്ടെങ്കിൽ അത് പ്രവാചകന്മാരല്ല, അത് പുരോഹിതന്മാരല്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ പറഞ്ഞ ഇത് ആ പ്രവാചകൻ എന്ന് പറഞ്ഞു. പ്രവാചകന്മാരിൽ വലിയ പ്രവാചകൻ, ഇത് അപ്പോസ്തലന്മാരിൽ വലിയ അപ്പോസ്തലൻ, രാജാക്കന്മാരുടെ രാജാവ്, പ്രിയപ്പെട്ടവരെ ഗുരുക്കന്മാരുടെ ഗുരു, ശിഷ്യന്മാരുടെ ശിഷ്യൻ. ഇതിനെക്കുറിച്ചെല്ലാം കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവനെ പോലെ ദൈവത്തെ അനുസരിച്ചവരാരുമില്ല. അതുകൊണ്ട് അനുസരണമാണ് സുവിശേഷത്തിന്റെ യോഗ്യത. യേശുക്രിസ്തുവാണ് അതിന്റെ നാരായ വേര്. അപ്പൊ അതുകൊണ്ട് സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മൾ ആരെ അനുസരിക്കണം? യേശുക്രിസ്തുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എന്നിലൂടെയും നിങ്ങളിലൂടെയും ശ്രദ്ധിക്കണേ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ വണ്ണമുള്ള ആളല്ല, വലിയ പൊക്കമുള്ള ആളല്ല, വലിയ അറിവുള്ള ആളല്ല. ഈ വണ്ണമുള്ള ആളെയും പൊക്കമുള്ള ആളെയും അറിവുള്ള ആളെ ആൾക്കാരെയൊക്കെയാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്ക് കുറ്റം പറഞ്ഞതല്ല, ശ്രദ്ധിക്കരുത്. അവര് വന്ന് നിൽക്കുമ്പോ തന്നെ നമുക്ക് പേടിയാ, അല്ലെ? എന്താ പറയാൻ പോണയാവോ, എന്തൊക്കെയാ? ഇതൊരു പയ്യൻ, പക്ഷെ ഞാൻ പയ്യനാണ്, എനിക്ക് വലിയ അറിവൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കർത്താവായ യേശുക്രിസ്തു നമ്മെ ആക്കി വെച്ച്
വെച്ചിരിക്കുന്ന അടയാളമായി തീരുവാൻ യേശുക്രിസ്തു അനുസരിച്ച വഴിയിലൂടെ എല്ലാ മേഖലകളിലും നാം യേശുക്രിസ്തുവിനെ അനുസരിക്കണം. അതിനൊരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാം, എന്നിട്ട് ആ ഭാഗം വിടാം. അനുസരിക്കുക എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് നമ്മളോട് പറഞ്ഞു എങ്ങനെയാണ് അനുസരണമായി തീരേണ്ടത്, നമ്മൾ എങ്ങനെയാണ് അനുസരിക്കേണ്ടത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13 മുതൽ വായിക്കുന്നുണ്ട്. അവിടെ എന്താ വായിക്കുന്നത്? മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13 മുതൽ, നിങ്ങൾ ലോകത്തിന്റെ അതില്ലെങ്കിൽ, ഇനി പറയാൻ പോകുന്ന വാക്കില്ലെങ്കിൽ സഹോദരന്മാര് വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന സാധനമായി പറയാം. വാക്കി കൊടുത്തില്ലേ? കൊച്ചു പറഞ്ഞു ഉപ്പ് ഉപ്പില്ലെങ്കിൽ സ്ഥിതി എന്താ? ഭക്ഷണം തരുമ്പോ അല്ലെ, ഉപ്പില്ലെങ്കിൽ കലാപകലുഷിതമാണ് വീട്. ചിലവര് ഉപ്പില്ലെങ്കിലും തിന്നേച്ച് എഴുന്നേറ്റ് പോകുന്നവരുണ്ട്. വേറെ ഒന്നുമല്ല, വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഉപ്പ് അല്ലെ. അപ്പൊ കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ എന്താകുന്നു. എന്നിട്ട് പറഞ്ഞു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നുകൊണ്ട് രസം വരുത്താം. അപ്പൊ ഉപ്പിന് കാരം വരുത്തുന്നത്, ഉപ്പിന് രുചി വരുത്തുന്നത്, അതിന്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ട്, അതിനെന്താ പറയാ? രസം അല്ലെ, കാരം. അതിന്റെ രസമില്ലെങ്കിൽ ഉപ്പ് പിന്നെ എന്തിനു കൊള്ളാം? അവിടെ തന്നെ പറഞ്ഞു പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാൻ ഉപയോഗിക്കും, മഞ്ഞുരുക്കുവാൻ. പണ്ട് റോമാക്കാർ സാലറി ആയിട്ട് കൊടുത്തു ഉപ്പ്, അതുകൊണ്ട് സെലറി, അതുകൊണ്ട് പിന്നീട് സാലറി ആയി മാറി. ചരിത്രം പരിശോധിച്ചാൽ ഉപ്പ് എല്ലാത്തിനെയും കേടുകൂടാതെ സൂക്ഷിക്കുന്നതാണ് എന്ത്? ഉപ്പ്. നശിച്ചു പോകാതെ സൂക്ഷിക്കുന്നതാണ് ഉപ്പ്. രുചി വരുത്തുന്നതാണ് ഉപ്പ്. യേശുക്രിസ്തു വെറുതെ ഒന്നും പറഞ്ഞതല്ല. ഇവിടത്തെ മറ്റു മതങ്ങളുടെ നേതാക്കന്മാരെ പോലെ അത് ഇത് എന്ന് പറഞ്ഞില്ല, കറക്റ്റ് ഷാർപ്പായിട്ടാ പറഞ്ഞത് അല്ലേ? എത്ര സിമ്പിൾ ആയിട്ടുള്ള സാധനം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടുത്തെ പരീക്ഷന്മാര് ചിന്തിച്ചിട്ടുണ്ടോ? ലോകോത്തര സോക്രട്ടീസ് ചിന്തിച്ചിട്ടുണ്ടോ? അരിസ്റ്റോട്ടിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു വളരെ ലഘുവായിട്ട് പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകും. ഉപ്പ് കാരമില്ലാതെ പോയി. ഉപ്പിന്റെ രസം, നമ്മുടെ രസം എന്താണെന്നറിയാവോ? വീട്ടിൽ ചോറുണ്ണുമ്പോ തന്നെ രസത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ രസം എന്താ? നമ്മുടെ ജീവൻ എന്താണ്? പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു എന്ന രസം നമ്മിലില്ലെങ്കിൽ പുറത്തു കളഞ്ഞിട്ട് ചവിട്ടുന്ന ഉപ്പ് പോലെയാണ് നാം. അപ്പോൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരുടെ അരികിൽ, ജോലി സ്ഥലത്ത്, സ്കൂളിൽ, വീട്ടിൽ, അയൽക്കാരന്റെ അടുത്ത്, എല്ലായിടത്തും ആര് പുറത്തു വരണം? യേശുക്രിസ്തു പുറത്തു വരണം. ബ്രദറുകാരൻ പുറത്തു വരരുത്. വേർപാടുകാരൻ പുറത്തു വരണം. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പുറത്തു വരണം. അങ്ങനെ പറ്റൂ? നമ്മിലൂടെ യേശുക്രിസ്തുവിനെ കാണാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളിലൂടെ നമ്മുടെ അരികിലേക്ക് ആളുകൾ ഓടി വരുന്നുണ്ടോ? ഒരിറ്റ് സ്നേഹത്തിനായിട്ട്, ഒന്ന് ആശ്വസിക്കുവാനായിട്ട്, ഒന്ന് എന്നോട് സംസാരിക്കണമെന്ന് പറയുവാനായിട്ട് ആരെങ്കിലും വരാറുണ്ടോ? അതാണ് രസമില്ല, ഉപ്പിന്റെ കാരം നമ്മിലില്ല. നമ്മൾ ഭയങ്കര സംഭവ. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, എന്തു വേണമെങ്കിലും നമുക്കുണ്ട്. ഇനി രണ്ടാളെ തല്ലണമെങ്കിലും നമ്മൾ തയ്യാറാണ്. അതിനും നമ്മൾക്ക് തന്റെ ഇടമുണ്ട്. പക്ഷെ എന്തില്ല? രസമില്ല, ഒരു രസമില്ല. ആത്മീക കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ഉപ്പ് നമ്മിലുണ്ടാകണം. നമ്മുടെ എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. എല്ലാ കാര്യങ്ങൾക്കും രുചി വരുത്തണം. ആ രുചി വരുത്തുന്നത് നമ്മുടെ പണം കൊണ്ടാകരുത്, നമ്മുടെ കഴിവ് കൊണ്ടാകരുത്, നമ്മുടെ അറിവ് കൊണ്ടാകരുത്, യേശുക്രിസ്തുവിനെ കൊണ്ടാകണം. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ, കാരമാകുന്ന, രസമാകുന്ന യേശുക്രിസ്തു എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ആ യേശുക്രിസ്തു നമ്മിലൂടെ പുറത്തു വരണം. അതാണ് അനുസരണം. അപ്പോഴാണ് സുവിശേഷത്തിന്റെ യോഗ്യത നമ്മിൽ ഉണ്ടാകുള്ളൂ. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. അപ്പൊ നമ്മൾ ആരാകും? അടയാളമാണ്. ഈ ലോകത്തെ കേടുകൂടാതെ സൂക്ഷിപ്പാൻ നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ചീഞ്ഞു നാറുന്ന, കടന്നു ചെല്ലുവാൻ കഴിയാത്ത, അഴുക്കാടുന്ന, മനുഷ്യൻ വെറുക്കുന്ന, പാതയോരങ്ങളിൽ കിടക്കുന്ന, പ്രിയപ്പെട്ടവരെ നാം പറയാൻ മടിക്കുന്ന സ്ത്രീജനങ്ങളെ, പുരുഷവർഗത്തിന്റെ അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് കേടായി കിടക്കുന്നവരെ, നാറ്റം വമിക്കുന്നവരെ ഉപ്പിട്ട് അവരെ കേടുകൂടാതെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കഴിയുന്നവർ നാമാണ് ഉപ്പ്. ഈ ക്രിസ്തു ഉള്ളവർക്കേ അതിന് കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പീൻ, എങ്കിലേ പുറത്തടയാളമാകുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ചില സൈൻ ബോർഡിന്റെ മുകളിൽ പരസ്യം ഒട്ടിച്ചേക്കണ കണ്ടോ,
സൈൻ ബോർഡിന്റെ മുകളിലൊക്കെ സ്വർണ്ണക്കടയുടെ പരസ്യം ഒട്ടിച്ചിട്ടുണ്ടാവും. ആ ലുക്കാസ് ജോസ്കോ, അല്ലെങ്കിൽ ഇവിടെ ഏതാ സ്വർണ്ണക്കട എനിക്കറിയാൻ മേല, തുണിക്കടയുടെ ഒക്കെ പരസ്യം ഒട്ടിച്ചിട്ടുണ്ടാവും. ഈ കിലോമീറ്റർ എഴുതി വെച്ചേക്കണ ബോർഡിന്റെ മുകളിൽ ഇപ്പൊ പോലീസ് പിടിക്കും, അതുകൊണ്ട് അവര് അത് ഒട്ടിക്കാറില്ല. പണ്ടൊക്കെ ഒട്ടിച്ചു വെക്കും. അപ്പൊ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല. പിന്നെ ആ പോസ്റ്റർ വലിച്ചു കീറിയിട്ട് നോക്കണം, ഇവിടെ ഇടുക്കിക്ക് എത്ര കിലോമീറ്റർ ആണ്. അത് പരസ്യം ഒട്ടിച്ചു വെച്ചേക്കാം. പിന്നെ ഇങ്ങനെ കാണുക. ഇന്നലെ മൊബൈലൊക്കെ വന്ന് അന്ന് ഞാൻ ഡ്രൈവർ ആയിരുന്നു, ടാക്സി സ്റ്റാൻഡിൽ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ നോക്കി ഇവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നില്ല, ഇത് കാണാനില്ല. ഇതെവിടേക്കാ പോയെ? അവസാനം തപ്പി തടഞ്ഞൊക്കെ നോക്കി നോക്കണം. അതിന്റെ മുകളിലൊക്കെ പരസ്യം ഒട്ടിച്ചേക്കാം. മയിൽ കുറ്റികളിലൊക്കെ പരസ്യം ഒട്ടിക്കും. ഇപ്പോഴതില്ല. ഇപ്പൊ സാത്താൻ എന്താ ചെയ്തേക്കണെന്നറിയോ? പല പരസ്യങ്ങളും നമ്മുടെ മേത്ത് ഒട്ടിച്ചേക്കുക. അതുകൊണ്ട് ആരെ കാണാൻ കഴിയുന്നില്ല? യേശുക്രിസ്തുവിനെ കാണാൻ കഴിയില്ല. പരസ്യ കാണാനുണ്ട്. കോളേജിൽ പരസ്യം, സ്കൂളിൽ പരസ്യം, ജോലി സ്ഥലത്ത് പരസ്യം. ഈ പരസ്യം എന്നാന്നറിയോ? അവരെ പോലെ തന്നെ നമ്മളും ജീവിക്കുക. ഞായറാഴ്ച ഇവിടെ വരുമ്പോ മാത്രം വിശ്വാസി, അവിടെ ചെല്ലുമ്പോ അവരുടെ കൂടെ. ഈ പരിപാടി പറ്റില്ല എന്നാ കർത്താവിന്റെ വചനം പറഞ്ഞത്. നമ്മൾ അടയാളമാണ്. ഇന്ന് വല്ല പരസ്യം ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ കീറിക്കളഞ്ഞേക്കണം. ഇന്ന് തന്നെ കീറിക്കളഞ്ഞ് ഇന്ന് അത് ക്ലിയർ ആക്കി നാം തന്റെ ഇടത്തോടെ അടയാളമായി ജീവിക്കണം. ഞങ്ങളൊക്കെ പണ്ട് പറയും, ഒരു ദിവസം ജീവിച്ചാൽ, ഈ കൃഷ്ണകുടിത്താറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം കർത്താവിന് വേണ്ടി ജീവിച്ചാൽ ഇവിടെ സമ്പാദിച്ചിട്ടും കാര്യമില്ല, ഇവിടെ ഉണ്ടായിട്ടും നമ്മൾ എന്നാ ധരിച്ചു വെച്ചിരിക്കണേ? നാളെ ഈ നേരത്ത് എന്റെ വീട്ടിൽ ശോഭയുള്ള ഒരു നാടുണ്ട്, അത് പാടുകയാണോന്ന് നിങ്ങൾ അറിഞ്ഞോ? തണുത്ത് മരവിച്ച ഒരു ശരീരം ഫ്രീസറിന്റെ ഉള്ളിൽ, ഇവിടെ ഇപ്പൊ നിന്ന് പ്രസംഗിച്ച ബിജുവിന്റെ ശരീരം അവിടെ നീണ്ടു നിവർന്ന് കിടക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരുന്നു അല്ലേ? എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? കോടിക്കണക്കിനുണ്ടായാലും എന്തുണ്ടായാലും നമ്മുടെ അറിവും കഴിവും എല്ലാം ഒരു തണുത്തുറഞ്ഞ പെട്ടിയിൽ കിടക്കുന്ന സമയമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരു നിമിഷം നാം വരാൻ പോകുന്ന രാജ്യത്തിലേക്ക് പോകേണ്ടവരാണ്. അതുകൊണ്ട് നാം ഇവിടെ ജീവിക്കുമ്പോൾ ഒരു നിമിഷമുള്ളെങ്കിലും തന്റെ ഇടത്തോടെ ജീവിക്കണം. പാപത്തിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ കഴിയണം. പാപത്തിന്റെ മുമ്പിൽ ഈ നായ്ക്കള് തെരുവോരങ്ങളിൽ വലിയ നായ്ക്കളെ കാണുമ്പോൾ വാല് ചുരുട്ടി കുരച്ച് പതുങ്ങുന്നത് പോലെ പാപത്തിന്റെ മുമ്പിൽ തലകുനിക്കുന്നവരാകരുത്. നമ്മുടെ യുവാക്കന്മാർ, യുവതികൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ നിവർന്നു നിൽക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ക്രിസ്തു പുറത്തു വരണം. അതുകൊണ്ട് ഏറെ വിശദീകരിക്കുന്നില്ല, സമയമില്ലല്ലോ. ഇവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പീൻ. അങ്ങനെ നടക്കുമ്പോൾ നാം ആരായി മാറും? അടയാളമായി മാറും. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ നമുക്ക് നേടാനായിട്ട് കഴിയും. നമ്മുടെ അയൽക്കാരനെ നേടാനായിട്ട് കഴിയും. നമ്മുടെ ജോലി സ്ഥലത്തുള്ളവരെ സുവിശേഷം ഒന്നും പറയണ്ട, നമ്മൾ ജീവിച്ചു നോക്കി. എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എവിടെയാണ് ആരാധിക്കുന്നത്? എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത്? എന്താണ് നിങ്ങൾ ഇങ്ങനെ ജീവിക്കുവാൻ കാരണം? എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ച് വിലപിക്കാത്തത്? പ്രിയപ്പെട്ടവരെ, നമ്മളോട് ഇന്ന് ചോദിക്കുന്നുണ്ടോ അങ്ങനെ ആരെങ്കിലും? നിങ്ങൾ എവിടെയാണ് ആരാധിക്കുന്നത്? ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ഞങ്ങൾ വരട്ടെ? ആരെങ്കിലും ചോദിക്കാറുണ്ടോ? അവർക്ക് കാണാനില്ല പ്രിയപ്പെട്ടവരെ നമ്മിൽ അടയാളം. വരാൻ പോകുന്ന ശിക്ഷയുടെയും ഇപ്പോഴുള്ള രക്ഷയുടെയും അടയാളം കാണാൻ കഴിയുന്നില്ല. ഞാനും നിങ്ങളും അടയാളങ്ങളാണ്. അടയാളമായി ജീവിക്കണം. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടന്നാൽ നാം അടയാളമാകും. മൂന്നാമത്തെ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കും. അടുത്ത് പറയാണ്, അത് ദൈവം തന്നെ വച്ചതാകുന്നു. അടുത്ത വാക്ക്, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പൊ അടയാളമായി മാറണമെങ്കിൽ അടുത്ത കാര്യം എന്തനുഭവിക്കണം? കഷ്ടം അനുഭവിക്കണമെന്ന്. എന്തിനു വേണ്ടി അറിയില്ല. അവിടെ എഴുതിയിട്ടുണ്ട്, സുവിശേഷത്തിന് വേണ്ടി നാം കഷ്ടം അനുഭവിച്ചാൽ നാം ആരായി മാറും? അടയാളമായി മാറും. അപ്പൊ അടയാളമായി മാറണമെങ്കിൽ നാം സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കണം. ഇത് നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എന്ത് കഷ്ടം? ഇത് 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളോട് പറഞ്ഞാൽ മനസ്സിലാവും കഷ്ടത എന്താണ്. ഈ നൂറ്റാണ്ടിലെ വിശ്വാസികളുടെ കഷ്ടത എന്താ? എവിടെയാണ് വാള് കഴുത്തി? വടക്കേ ഇന്ത്യയിൽ അവിടെ ഇവിടെയെല്ലാം പീഡനങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മെ സംബന്ധിച്ച് എന്താ കഷ്ടത? നമുക്ക് ഏറ്റവും വലിയ കഷ്ടത രോഗം വരുന്ന രോഗമാണോ? സുവിശേഷത്തിന് വേണ്ടിയുള്ള കഷ്ടത ആണോ? ഞാൻ ഇങ്ങനെ പറയാം, നമ്മളിൽ ആർക്കെങ്കിലും ഒരു രോഗം ദൈവം തന്ന്, നിങ്ങൾ സദൃശവാക്യം 16:4 വായിച്ചിട്ടുണ്ട്. യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനാക്കി ഉണ്ടാക്കിയിരിക്കുന്നു. ദൈവത്തിന് എല്ലാത്തിനും ഉദ്ദേശമുണ്ട്. ഒരാൾക്ക് രോഗം കൊടുത്തതിന് എന്തുണ്ട്? ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അപ്പൊ അത് കഷ്ടതയാണോ? രോഗം വരുന്ന കഷ്ടതയല്ല, ദൈവം ഉദ്ദേശിച്ച് നൽകിയിരിക്കുകയാണ്. ദൈവത്തിന് അതിന് ഉദ്ദേശങ്ങളുണ്ട്. മാനസാന്തരത്തിനാകാം, പല കാര്യങ്ങൾ അതിനകത്തുണ്ടായിരിക്കാം. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അതൊക്കെ നല്ലതാണ്. സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞ വയറുവേദനയും തലവേദനയും ക്യാൻസറും അങ്ങനെയുള്ള രോഗമൊന്നുമല്ല, പനിയൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ വെളിപ്പെടുത്താം, സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ
ത്യജിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷത്തിന് വേണ്ടി പൗലോസ് കഷ്ടം സഹിച്ചു. 1 കൊരിന്ത്യർ 11 അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ വായിച്ചിട്ടുണ്ട് 23 മുതൽ 33 വരെ പൗലോസ് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓർമ്മിപ്പിച്ചു. എന്താണ് പൗലോസ് പറഞ്ഞത്? 11:23 മുതൽ 33 വരെ വായിച്ചാൽ സുവിശേഷത്തിന് വേണ്ടി പൗലോസ് എല്ലതും ത്യജിച്ചുകൊണ്ട് താനെന്ത് അടിയേറ്റു, പീഡനം സഹിച്ചു, കപ്പൽ യാത്രയിലെ പ്രയാസങ്ങൾ അനുഭവിച്ചു, സഹോദരന്മാരാലുള്ള ആപത്ത് അനുഭവിച്ചു, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് അനുഭവിച്ചു, കാട്ടുമൃഗങ്ങളുടെ മുമ്പിൽ അകപ്പെട്ടു, അതുപോലെ തീയുടെ മുമ്പിൽ അകപ്പെട്ടു, വാളുകളുടെ മുമ്പിൽ അകപ്പെട്ടു, പട്ടിണി കിടന്നു. ഇതൊക്കെയാണ് പൗലോസ് കഷ്ടം അനുഭവിച്ചു എന്ന് പറയുന്നത്. എന്നിട്ട് പൗലോസ് ഈ ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞു, ഞാൻ എനിക്കുള്ളതെല്ലാം, 3-ാം അധ്യായം, ഞാൻ എനിക്കുള്ളതെല്ലാം ഛേദമെന്നെണ്ണുന്നു. അത് സുവിശേഷത്തിന് വേണ്ടിയുള്ള കഷ്ടമാണ്. എനിക്കുള്ളതെല്ലാം, എന്റെ പൊസിഷൻ എല്ലാം ഞാൻ ഛേദമെന്നെണ്ണി, എനിക്കുള്ള ധനമെല്ലാം ഞാൻ ചവറെന്നെണ്ണി, അതെല്ലാം ഞാൻ കളഞ്ഞു. എന്തിനു വേണ്ടി? സുവിശേഷത്തിന് വേണ്ടി. ഞാൻ നമ്മിലേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രവർത്തനത്തിന് പോയി അടികൊള്ളുക എന്ന് മാത്രമല്ല. നാം സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കുമ്പോൾ, നാം ബിസിനസ്സുകാരാണെങ്കിൽ അതിൽ കള്ളത്തരം ചേർക്കാതെ ബിസിനസ് ചെയ്തിട്ട് നഷ്ടം വരുമ്പോൾ, അതാണ് സുവിശേഷത്തിന്റെ കഷ്ടത. നേരോടെ ജീവിച്ചിട്ട് നമുക്ക് ലാഭം വരാതെ നമ്മുടെ ധനം ഇടിഞ്ഞിടിഞ്ഞു പോകുമ്പോൾ, അത് നീ സുവിശേഷത്തെ ഉയർത്തിപ്പിടിച്ചത് കൊണ്ടായതിനാൽ ഈ കാലഘട്ടത്തിൽ നമ്മോടുള്ള ബന്ധത്തിൽ പറഞ്ഞെന്ന് മാത്രം, ഞാൻ നീ അനുസരിക്കുമ്പോൾ നിനക്ക് നഷ്ടം വന്നാൽ നീ സുവിശേഷത്തിന് വേണ്ടി ആ കഷ്ടം സഹിക്കുന്നേ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മുടെ ജോലി കാര്യങ്ങളിൽ നീതിക്ക് വേണ്ടി നിന്നിട്ട് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാൽ, നീതിക്ക് വേണ്ടി നിന്നിട്ട് നമുക്ക് പ്രകടമേറ്റാൽ നീ കഷ്ടം സഹിക്കുകയാണ്. ആർക്ക് വേണ്ടി? കർത്താവിന് വേണ്ടി. നീ കഷ്ടം സഹിച്ചില്ലായിരുന്നു നിനക്കും എല്ലാ ലാഭവും കിട്ടിയാനെ. പ്രിയപ്പെട്ടവരെ, അതാണ് ഇവിടെ പറഞ്ഞത്. സുവിശേഷത്തിന് വേണ്ടി ലജ്ജയില്ലാതെ നമ്മുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ, അവരുടെ മുമ്പിൽ ഞാൻ ഒരു വിശ്വാസിയാണെന്ന് പറഞ്ഞ് നിവർന്നു നിന്ന് അവരുടെ മുമ്പിൽ ജീവിക്കുവാൻ നീ തയ്യാറാണോ? ചിലപ്പോ നിന്റെ ഉന്നത പദവിയിലുള്ള, ഉന്നതരായിരിക്കുന്ന, നീ കാണുന്ന സെലിബ്രിറ്റികളായിരിക്കുന്ന, സ്റ്റാറുകളായിരിക്കുന്ന, നീ കണ്ടിരിക്കുന്ന ഈ ലോകത്തിലെ വലിയ സമ്പന്നന്മാരായിരിക്കുന്ന, വിദ്യാസമ്പന്നരായിരിക്കുന്നവർ നിന്നെ പുച്ഛത്തോടെ നോക്കും, അവർ നിന്നെ അവഹേളിക്കും. അതാണ് കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞ്. അവനേക്കാൾ വലിയവനാണ് എന്റെ കർത്താവ് എന്ന് അറിഞ്ഞ് എല്ലാതിനെയും ത്യജിക്കുക. നഷ്ടം വന്നാലും കഷ്ടം വന്നാലും പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന് വേണ്ടി സഹിക്കുക. അത് സുവിശേഷ പ്രവർത്തനത്തിന് പോയാലും, ജോലി സ്ഥലത്ത് നമുക്ക് നേരിടുന്ന പ്രയാസം കർത്താവിന് വേണ്ടിയിട്ട് നിന്നിട്ടായാലും, സ്കൂളുകളിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞ് കർത്താവിന് വേണ്ടി നിന്നിട്ടാണെങ്കിലും, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ വിട്ടുപോയാൽ, നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളിൽ നിന്ന് അകന്നുപോയാൽ, നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളിൽ നിന്ന് അകന്നുപോയാൽ, നിങ്ങൾ കഷ്ടം സഹിക്കുകയാണ്. സുവിശേഷ പ്രവർത്തനത്തിന് പോകുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ട്, പോകാൻ കഴിയുന്നില്ല. നിങ്ങൾ ജോലി ആ ദിവസങ്ങളിൽ ലീവ് എടുത്തു പോയി, നഷ്ടമുണ്ട്. അതാണ് സുവിശേഷത്തിന് വേണ്ടിയുള്ള നഷ്ടം. അങ്ങനെ നാം പോകാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാം പ്രവർത്തിക്കാറുണ്ടോ? അങ്ങനെ നാം ജീവിക്കാറുണ്ടോ? ഇങ്ങനെയാണോ നാം ജീവിക്കുന്നത്? അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുക. നാം ആരാധനയ്ക്ക് വരാൻ വേണ്ടി നമ്മുടെ പല കാര്യങ്ങളും നഷ്ടപ്പെടുത്താറുണ്ടോ? നിങ്ങൾ കഷ്ടം സഹിക്കുകയാണ്. ആരാധനയ്ക്ക് വേണ്ടി നാം പലതും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? പലരും നമ്മെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ? ശമ്പളം കുറഞ്ഞു പോയിട്ടുണ്ടോ? ബൈബിൾ ക്ലാസ്സിന് വരാൻ വേണ്ടി നിങ്ങളുടെ പരീക്ഷകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കഷ്ടം സഹിക്കുകയാണ്. നിങ്ങൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ശോഭിക്കും. യാതൊരു തർക്കമില്ല. ഈ ലോകത്തിലെ കാര്യമല്ല, നമുക്ക് വരുവാനുള്ള ലോകത്തിലെ കാര്യമാണ്. ബൈബിൾ ക്ലാസ്സിന് വേണ്ടി, പ്രാർത്ഥനാ കൂടിവരവിന് വേണ്ടി, സഭായോഗത്തിന് വേണ്ടി നിങ്ങൾ നഷ്ടവും കഷ്ടവും നിങ്ങളുടെ ജീവിതത്തിലെ മേഖലകളിൽ സഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടയാളങ്ങളായി മാറും. യാതൊരു തർക്കവുമില്ല. എന്നിട്ട് പൗലോസ് പറയാണ്, നിങ്ങൾക്കുള്ള അതേ പോരാട്ടം തന്നെ എനിക്കുമുണ്ട്. നിങ്ങൾ കേൾക്കുന്ന അതേ പോരാട്ടം തന്നെ എനിക്കുമുണ്ട്. പൗലോസ് ഇപ്പൊ എവിടെയാണ്? ജയിലിലാണ്, വിചാരണ തടവുകാരനാണ്. അവിടെ പൗലോസിന്റെ അരികിലേക്ക് ആളുകൾ എത്തുകയാണ്. അവിടെ വരുന്നവരോടും പട്ടാളക്കാരോടും താൻ കാണുന്നവരോടും പൗലോസ് അടയാളമായി മാറുകയാണ്. പൗലോസ് അവിടെ ഒരു അടയാളമായിരുന്നു.
റോമൻ ഭരണകൂടത്തിന്റെ മുമ്പിൽ പൗലോസ് അടയാളം, അല്ലയോ കയ്യഫാവേ, അല്ലയോ സീസറേ, അല്ലയോ അഗ്രിപ്പാവേ എന്നൊക്കെ പറഞ്ഞു പൗലോസ് ഉച്ചേസരം പ്രസംഗിച്ചതിന്റെ ശക്തി എന്താണ് പ്രിയപ്പെട്ടവരെ? പൗലോസിന്റെ പ്രസംഗം കേട്ടവർ തരിച്ചിരുന്നു പോയി. ഗ്രീക്ക് അയോണിക്ക് ദാർശികന്മാർ മുതൽ അവരുടെ ശിഷ്യന്മാർ മുതൽ അതുപോലെ അന്നുണ്ടായിരുന്ന മതനേതാക്കന്മാർ, രാജഗുരുക്കന്മാർ, അവരെല്ലാം പൗലോസിന്റെ വാക്കുകളുടെ മുമ്പിൽ അമ്പരന്നു പോയി. എന്താ കാര്യമെന്നറിയാമോ? അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തിയുടെ പ്രവാഹമായിരുന്നു. താൻ അടയാളമായി മാറുകയായിരുന്നു. മുഖത്തു നോക്കി പറഞ്ഞ് ത്യജിച്ച് ജീവിച്ച പൗലോസ് നമുക്കൊരു മാതൃക തന്നിരിക്കുകയാണ്. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? ഇന്ന് ദൈവത്തിന്റെ വചനം തിരുമല സഭയോട് പറയുകയാണ്, ഈ നൂറ്റാണ്ടിലുള്ള സഭകളോട് പറയാണ്, നാം ലോകത്തിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന അടയാളമാണ്. സഭ അടയാളമായി മാറണമെങ്കിൽ സഭയ്ക്കകത്ത് ഏകാത്മാവിൽ നിന്ന് നിലനിന്ന് ഏകമനസ്സോടെ പ്രവർത്തിച്ച് സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കുന്ന സഭയാണോ, ആ സഭയിൽ നിന്ന് സുവിശേഷകർ എഴുന്നേൽക്കും, ഡീക്കൻസ് എഴുന്നേൽക്കും, എൽഡേഴ്സ് എഴുന്നേൽക്കും. ആ സഭയിൽ ആരെയും തള്ളി എഴുന്നേൽപ്പിക്കേണ്ട കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അവരെഴുന്നേൽക്കും, സഭ നടത്തും, അവർക്ക് ജനം വിധേയപ്പെടും, കൃപാവരങ്ങൾ പ്രയോജനപ്പെടും. ആ സഭ അടയാളമായി മാറും. ആ സഭയിൽ നിന്ന് ഉള്ളവർ പുറമെ സുവിശേഷത്തിന് യോഗ്യമായി ജീവിച്ച് അടയാളങ്ങളായി അവർ പോകുന്ന സ്ഥലത്ത് അടയാളങ്ങളായി മാറും. പ്രിയപ്പെട്ടവരെ, അത് ദൈവം നമ്മെ ഓർമ്മിക്കുന്നു. 2, സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ വിടേണ്ടത് വിട്ട് നഷ്ടം സഹിക്കാൻ തയ്യാറായി, അപമാനമേൽക്കാൻ, കൂട്ടുകാരുടെ മുമ്പിൽ അപമാനമേൽക്കാൻ നമുക്ക് മനസ്സുണ്ടോ? മറ്റുള്ളവർ പുച്ഛത്തോടെ നമ്മളെ മാറ്റി നിർക്കുമ്പോൾ, അവരെ പോലെ വസ്ത്രം ധരിച്ച് മാന്യമായി നാം ചെന്നിറങ്ങുമ്പോൾ, അവർ നമ്മെ ക്രിസ്ത്യാനികൾ, അവർ നമ്മെ പെന്തിക്കോസുകാരെന്ന മൊത്തത്തിൽ അറിയുള്ളൂ, പാട്ട് പാടുന്ന ഗ്രൂപ്പ് എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അവഹേളിച്ചിട്ടുണ്ട്. നമുക്ക് വേദനിക്കില്ലേ? ആ വേദന സഹിച്ച് അതെ ഞാൻ ക്രിസ്തുവിന്റെ മകൻ, അതെ എന്ന് പറയുന്ന ധൈര്യം അപ്പോഴും അവർ മാനിച്ചില്ലെങ്കിലും നാം അടയാളമാണ്. ഞാൻ ഇങ്ങനെ പറയാം, അന്ത്യന്യായവിധിയിൽ പ്രിയപ്പെട്ടവരെ, തിരുമല സഭയെ നിർത്തിക്കൊണ്ട് ഈ പ്രദേശത്ത് ദൈവം ന്യായം വിധിക്കും. ഈ സഭ മറുപടി പറയണം, നാം സുവിശേഷത്തിന് അടയാളമായി മാറിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ സഭയിലെ ഒരു കുഞ്ഞു പോലും ചാടിപ്പോകുകയില്ല. ദൈവം ഓരോരുത്തർക്ക് അവനവന്റെ പ്രവൃത്തിക്കടുത്ത വിധി ഉണ്ടാകും. സഭയെ വിളിച്ചു നിർത്തി അതാത് കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സഭകളെയും വെച്ച് അതാത് രാജ്യങ്ങളെ, ദേശങ്ങളെ ദൈവം ന്യായം വിധിക്കും. അതിന്റെ ന്യായവിധിയുടെ അടയാളമാണ് ഈ സഭ. നാം ഓരോരുത്തരും ചുവന്ന മണ്ണിനെ ന്യായം വിധിക്കുമ്പോൾ ചുവന്ന മണ്ണ് സഭയുണ്ടാകും. ഉറവുംപാടം എന്ന ഗ്രാമത്തെ ന്യായം വിധിക്കുമ്പോൾ അവിടെ രക്ഷിക്കപ്പെട്ടവരുണ്ടാകും. പ്രത്യേകാൽ പ്രസംഗിക്കുന്നവനായ ഞാനും ഉണ്ടാകും. എന്നെ വെച്ച് ദൈവം ന്യായം വിധിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോ നമ്മുടെ കൈ ബലപ്പെട്ടിരിക്കുമോ? അപ്പോ നാം അടയാളമായാണോ ഇവിടെ ജീവിച്ചത്? ദൈവം നമ്മെ ന്യായം വിധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം അടയാളങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ സഭ അടയാളമായി മാറണം. നാം ഓരോരുത്തരും അടയാളമായി മാറണം. ഏതടയാളം? രക്ഷയുടെയും ശിക്ഷയുടെയും അടയാളമായി മാറണം. പൗലോസ് അതാണ് ആഗ്രഹിച്ചത്. ദൈവത്തിന്റെ ആത്മാവ് അതാണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ദൈവത്തിന്റെ വചനം കേട്ട് പഠിച്ച് അനുസരിച്ച് അടയാളങ്ങളായി മാറുവാൻ സഭയെയും ഓരോ വ്യക്തികളെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഈ സംസാരിച്ച വചനം എന്നെ വിധിക്കാതെ ഞാൻ എന്റെ നാട്ടിലും സഭയിലും അടയാളമായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എനിക്ക് നൽകിയ ക്ഷണത്തിനും ശുശ്രൂഷയ്ക്കും സ്നേഹത്തിനും കരുതലിനും എല്ലാത്തിനും ഒരിക്കൽ കൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തു വേഗം വരും. ആമേൻ.